ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിതാ ടയർ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി വീഡിയോസുമായി വീണ്ടും നിങ്ങളെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 3 ടയറാണ് എടുത്തത്, 3 ആക്റ്റീവേൻ്റെ ടയർ. അപ്പോൾ ഈ ടയർ വെച്ചിട്ടാണ് ഇന്ന് നമ്മളെ പരിപാടി. അപ്പോൾ നമുക്കിതാ ഇവിടെ ആദ്യം തന്നെ 2 ടയറാണ് ആവശ്യം. ഒരു ടയർ ഞാനിതാ ഇവിടേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഈ 2 ടയർമേലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാനിവിടെ ഈ 2 ടയറിൻ്റെയും മുകളിൽ നിങ്ങളിതാ വീഡിയോയിൽ കാണുന്ന പോലെ ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാർക്കിലൂടെ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാനിതാ ഇവിടെ കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോള് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ കൈയൊന്നും മുറിയാതെ നല്ല ശ്രദ്ധിച്ചും കണ്ട് പതുക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിത് അതുപോലെ തന്നെ രണ്ടാമത്തെ ടയറും മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ 2 ടയറും ഒരേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ടയറും ഒന്ന് നമുക്ക് മറച്ചിടണം. നമുക്കിത് നന്നായിട്ട് ഓടി തീർന്ന ടയറാണെങ്കിൽ വളരെ ഈസിയാണ് ഇത് മറിച്ചിടാൻ. ടയറിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചവിട്ടിയതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് മുകൾ ഭാഗത്തേക്ക് മറിച്ച് കൊടുത്താൽ മതി. നമുക്ക് വലിയൊരു കുഴപ്പമില്ലാതെ തന്നെ മറിച്ചിടാൻ കഴിയും. ഇതുപോലെ രണ്ടാമത്തെ ടയറും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ 2 ടയറും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ മറിച്ചിട്ട 2 ടയറിൻ്റെയും അടിഭാഗത്ത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആണി ഉപയോഗിച്ചിട്ട്, ചെറിയ ആണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചുറ്റിലും അടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് വൈൻഡിങ് വയർ തമ്മിൽ ജോയിൻ ചെയ്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതാ നേരത്തെ പറഞ്ഞ പോലെ വൈൻഡിങ് വയർ ഉപയോഗിച്ചിട്ട് ആണികൾ തമ്മിൽ കൂട്ടി കെട്ടിക്കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലേക്ക് ആ 3 ടയറും വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതാ ഈ ടയറിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റ് മിക്സിങ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1:2 എന്ന അനുപാതത്തിൽ സിമെൻറ്റും പാറപ്പൊടിയാണ് എടുത്തത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിതാ മിക്സ് ചെയ്ത് വെച്ച സിമെൻറ്റ് ടയറിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ 2 ചെറിയ പൈപ്പിൻ്റെ കഷ്ണം വേണം. ഇത് ഞാൻ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ 2 ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുത്തതാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ചെറിയൊരു ചീന്ത് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പൈപ്പുകളും നമുക്ക് ടയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് തെറ്റിപ്പോകാതെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് മിക്സ് ചെയ്ത് വെച്ച സിമെൻറ്റ് ഫില്ലാക്കി കൊടുക്കാം. ഏകദേശം ഒരു ഇഞ്ച് കനത്തിലാണ് നമ്മളിത് ഫില്ലാക്കി കൊടുക്കുക. ഫില്ലാക്കിയതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് സൈഡ് ഭാഗമൊന്ന് നന്നായിട്ട് മിനുക്കി കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടയറിൻ്റെ ഉള്ളിലും ഇതുപോലെ ഫില്ലാക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മിനുക്കി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്യാതെ വെച്ച മൂന്നാമത്തെ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ മുഴുവനായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഒന്ന് മിനുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു
PVC പൈപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇത് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. 1.5 ഇഞ്ചിൻ്റെ 1 മീറ്റർ നീളം വരുന്ന പൈപ്പാണ്. ഈ PVC പൈപ്പ് നമുക്ക് നമ്മൾ ലാസ്റ്റ് ഫില്ല് ചെയ്ത ഈ ടയറിൻ്റെ സെൻറ്റർ ഭാഗത്ത്, കറക്റ്റ് സെൻറ്റർ ഭാഗത്തേക്ക് തിരിച്ച് കയറ്റി കൊടുക്കാം. ശേഷം നമ്മളിതാ ചെറിയൊരു ടയലിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ആവണം. സെറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ അതാ ഒരു 3 ദിവസത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ 2 ടയറിൻ്റെയും നടുഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ചെറിയ PVC പൈപ്പിൻ്റെ കഷ്ണങ്ങളില്ലേ, ഈ 2 കഷ്ണവും നമുക്ക് ഒന്ന് ഊരിയെടുക്കാം. ശേഷം നമ്മൾ തുടക്കത്തിലെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഇതുപോലത്തെ 2 പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഈ ടയറിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലസ് കിക്കാണ് എടുത്തത്. പ്ലസ് കിക്ക് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ പ്ലസ് കിക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആണി ഉപയോഗിച്ചിട്ട് ഇത് അടിച്ചു കൊടുത്താലും അവിടെ സെറ്റായി നിൽക്കുന്നതാണ്. ഇതുപോലെ രണ്ടാമത്തെ ടയറിൻ്റെ അടിഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ ഈ ടയറിൻ്റെ അടിഭാഗത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് നമ്മൾ ഒരു ടയറിൽ മാത്രം ചെയ്താൽ മതി. ഇത് നമ്മൾ മുകൾ ഭാഗത്ത് വരുന്ന ടയറിലാണ് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മളിതാ ഇവിടെ വണ്ണം കുറഞ്ഞ ചെറിയ പൈപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഏകദേശം 1 ഇഞ്ച് നീളം വരുന്ന കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി നമുക്കിതാ നമ്മൾ മുറിച്ചെടുത്ത പൈപ്പിൻ്റെ കഷ്ണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടയറിൻ്റെ മുകളിലുള്ള ഈ ചെറിയ ചെറിയ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിതാ ഡ്രില്ലർ കൊണ്ട് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. PVC പൈപ്പ് ഉണ്ടല്ലോ, PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് നിന്ന് 2 ഇഞ്ച് വിട്ടിട്ട് ഒരു ഹോൾ ഇടണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട മുകളിലും അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വിട്ട് ഒരു ഹോൾ കൂടെ ഇടണം. അതുപോലെ തന്നെ പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തും നമുക്കൊരു ഹോൾ ഇടണം. ഇനി നമുക്കിതാ നമ്മൾ റെഡിയാക്കി വെച്ച 2 ടയറുകൾ ഉണ്ടല്ലോ, ഈ 2 ടയറുകളും നമ്മൾ ആ PVCൻ്റെ ഉള്ളിലൂടെ, ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തിരിച്ച് കയറ്റി കൊടുക്കാം. രണ്ടാമത്തെ ടയർ നമ്മൾ ഇതിൽ വെക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരു കമ്പി കയറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ടയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതൊന്ന് പെയിന്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കലാണ്. അപ്പോൾ നമുക്കിത് പെയിന്റിങ് ഒക്കെ ചെയ്യുന്നത് വല്ലാതെ വീഡിയോക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാനിത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല. പെയിന്റിംഗ് ഒന്നും ഞാൻ ജസ്റ്റ് സ്പീഡാക്കി കാണിക്കുകയാണ്. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് സെറ്റാവണം. സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞതൊരു 2 ദിവസമെങ്കിലും വെക്കണം. നമ്മളിതാ 2 ദിവസത്തിന് ശേഷം പെയിൻ്റൊക്കെ ഉണങ്ങി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ വാട്ടർ പമ്പിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഞാൻ ഇലക്ട്രിക് കടയിൽ നിന്ന് മിനി വാട്ടർ പമ്പ് എന്ന് പ്രത്യേകം ചോദിച്ചു വാങ്ങിയതാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി നമ്മളിതാ ഈ വാട്ടർ പമ്പ് ഇതിലേക്ക് ഫിറ്റാക്കി കൊടുക്കാൻ പോവുകയാണ്.
അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ഓസിൻ്റെ കഷ്ണമാണ് എടുത്തത്. 1 മീറ്റർ നീളം വരുന്ന ചെറിയൊരു ഓസിൻ്റെ കഷ്ണം. ഇതിവിടെ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു ഹോള് ഇട്ട് കൊടുത്തിട്ടില്ല. ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് മേലോട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒഴിവാക്കിയൊരു മോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോൾഡിൻ്റെ ചുറ്റിലും ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തതാണ്. ഈ മോൾഡ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിവിടെ ഫിറ്റാക്കിയതിന് ശേഷം ഞാനിവിടെ MC ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതാ ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളം ഒഴിച്ച് ഫില്ലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. തരക്കേടില്ലാതെ അത്യാവശ്യം സ്പീഡിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. ഒരു നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. നമുക്കിത് ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. അതെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു പരിശ്രമം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നത് വരെ ബൈ.